കോഴിക്കോട് കൂടരഞ്ഞി പെരുമ്പുളയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. ആഴ്ചകളായി പ്രദേശത്ത് കറങ്ങി നടന്ന പുലിയാണ് കൂട്ടിൽ അകപ്പെട്ടത് എന്നതുകൂടിയുണ്ട്. വയനാട്ടിലെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കോഴിക്കോട് കൂടരഞ്ഞിയിലേക്ക് പോയത്. മേഘ അവിടെ നിന്ന് ചേരുന്നു. മേഘ, കുറച്ച് നാളുകളായി ആ നാടിനെ ആശങ്കപ്പെടുത്തിയ പുലിയായിരുന്നു ഇതല്ലേ? അതിനെ പിടികൂടാൻ വനം വകുപ്പ് വെച്ച കെണിയിലാണ് ഈ പുലി കുടുങ്ങിയത്. ആ കൂട്ടിലാണ് പുലി അകപ്പെട്ടത് അല്ലേ? അതെ ശരത്ത്, കഴിഞ്ഞ കുറെ ആഴ്ചകളായി വലിയ തരത്തിൽ നാട്ടുകാരൊക്കെ തന്നെയും ഭീതിയിലായിരുന്നു. ഒരു സ്ത്രീയെ ഈ പുലിയെ കണ്ട് ഓടിയ സ്ത്രീക്ക് പരിക്കു പറ്റുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ കടുവയാണ് എന്ന തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണം കൂടി നിലനിന്നു. അതിന് പിന്നാലെ പുലിയാണ് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. സ്ഥലത്ത് MLA ലിൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ളവർ എത്തി പരിശോധന നടത്തിയതിന് പിന്നാലെ കൂടിയാണ് കൂട് സ്ഥാപിച്ചത്. ഏതായാലും ആ കൂട്ടിലാണ് ഇപ്പോൾ പുലി അകപ്പെട്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സ്ഥലത്ത് നിന്ന് പുലിയെ മാറ്റും എന്നതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി പറയുന്നത്. ഇതിനു മുൻപേ തന്നെ, അതായത് ഈ സ്ത്രീക്ക് പരിക്കു പറ്റുന്നതിന് മുൻപേ തന്നെ വളർത്തുമൃഗങ്ങളെ കൂട്ടിൽ കയറി ഒരു അജ്ഞാത ജീവി പിടിച്ചു എന്ന തരത്തിലുള്ള വാർത്ത പ്രചരിച്ചിരുന്നു. അത് പിന്നീട് പുലിയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഏറെ നാളുകൾ വലിയ ആശങ്കയിലാണ് ഈ പ്രദേശത്തുകാർ കഴിഞ്ഞിരുന്നത്. വനംവകുപ്പിന്റെ ഇടപെടലോട് കൂടിയാണ് ഇപ്പോൾ പുലി കൂട്ടിനകത്തായിരിക്കുന്നത്. മേഘ, ഒരു കാര്യം കൂടി, അതായത് ആഴ്ചകളായി എന്ന് മേഘയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. കൂടരഞ്ഞി പെരുമ്പുളയിലാണ് ഈ സംഭവം. അങ്ങനെ ആശങ്ക വരുന്നു, അല്ലെങ്കിൽ പുലിയുണ്ട്, അല്ലെങ്കിൽ കടുവയാണോ പുലിയാണോ എന്ന് നാട്ടുകാരുടെ സംശയം. ഇതറിയിക്കുമ്പോൾ സ്വാഭാവികമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അപ്പോൾ തന്നെ പെട്രോളിങ്ങിലേക്ക് പോകുന്നതാണ് പതിവ്. അതിനനുസരിച്ച് തെരച്ചിൽ, അതുപോലെ തന്നെ ക്യാമറകൾ, CCTV ക്യാമറകളുടെ ഉപയോഗം, ഡ്രോണിൻ്റെ ഉപയോഗം, ഇതൊക്കെയാണ് വനംവകുപ്പ് എല്ലാ ഭാഗത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ആഴ്ചകളായി ആ ഒരു ജനവാസ മേഖലയുടെ ആശങ്ക അകറ്റാൻ, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ, അവർക്ക് രാത്രി കാലങ്ങളിൽ ആശങ്കയില്ലാതെ കിടന്നുറങ്ങാൻ പാകത്തിന് ഈ ഉദ്യോഗസ്ഥരും വനംവകുപ്പും ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ആ മേഖലയിൽ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? അതിൻ്റെ ഭാഗമായി സ്ഥാപിച്ചതാവും സ്വാഭാവികമായും ആ കൂട്. ഏതായാലും ആ കൂട്ടിൽ പുലി കുടുങ്ങിയിട്ടുണ്ട്. കുറേ ആഴ്ചകളായുള്ള അവരുടെ ഒരു വലിയ പരിശ്രമമാണോ ഇതിലൂടെ ഒരു നാടിൻ്റെ ഇപ്പോഴത്തെ ആശങ്കയ്ക്ക് ഒരു പരിഹാരമാക്കുന്നത്? തീർച്ചയായും ശരത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം വലിയൊരു പരാതി, അതായത് നാട്ടുകാർ ഭീതിയിലാണ് എന്നൊരു പരാതി വന്ന ഉടൻ തന്നെ സ്ഥലം MLA ലിൻഡോ ജോസഫ് വിഷയത്തിൽ ഇടപെടുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ കാര്യങ്ങളൊക്കെ തന്നെയും നിരീക്ഷിച്ചു വരികയാണ്. അതിന് പിന്നാലെയാണ് ഇത് പുലിയാണോ കടുവയാണോ മറ്റെന്തെങ്കിലും അജ്ഞാത ജീവിയാണോ എന്നൊരു സംശയം നിലനിന്നത്. അതിന് പിന്നാലെ കാൽപ്പാടുകൾ ഉൾപ്പെടെ പരിശോധിച്ചതിന് പിന്നാലെ കൂടിയാണ് ഇത് പുലിയാണ് എന്നൊരു നിഗമനത്തിലേക്ക് കൂടി വനംവകുപ്പ് എത്തുന്നത്. ഈ പുലിയെ പിടികൂടാനായി ഒരു കൂട് സ്ഥാപിച്ചിരുന്നു. എന്നാൽ കൂട്ടിനുള്ളിൽ അത് വേണ്ട മൃഗങ്ങളെ അല്ല ഇട്ടുകൊടുത്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാട്ടുകാർ ഒരു പ്രശ്നമുണ്ടാക്കിയിരുന്നു. എന്നാലും വനം വകുപ്പിന് കൃത്യമായി തന്നെ ധാരണയുണ്ടായിരുന്നു അത് പുലിയാണ്, അത് പിടികൂടാൻ സാധിക്കും എന്ന നിഗമനത്തിന്റെ പുറത്ത് തന്നെയാണ് വനം വകുപ്പ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഏതായാലും ഏറെ താമസമൊന്നും ഇല്ലാതെ തന്നെ പുലിയെ പിടികൂടാൻ വനം വകുപ്പിന് സാധിച്ചിരിക്കുകയാണ്. ശരി, ഇത്തരത്തിൽ കടുവയും പുലിയും ഒക്കെ കാട്ടാനകളും ഒക്കെ വലിയ തോതിൽ ആശങ്കാജനകമായ സാഹചര്യം മലയോര ജനതയ്ക്ക് ഭീതി പടർത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം. അത് പരിഹരിക്കാൻ കഴിയുന്ന ശാശ്വത പരിഹാരത്തിനാവശ്യമായ കേന്ദ്ര നിയമത്തിലെ ഭേദഗതി പോലെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ഒരു അയവേറിയ നിലപാടും കാട്ടുന്നില്ല എന്ന പ്രശ്നം കേരളം അനുഭവിക്കുമ്പോൾ, ഇത്തരം ഓരോരോ പ്രശ്നവും രൂപപ്പെടുമ്പോൾ തന്നെ അവിടേക്കൊക്കെ വനം വകുപ്പ് അടിയന്തരമായി തന്നെ തെരച്ചിൽ, രാത്രികാല പെട്രോളിംഗ്, ഇന്നലെയൊക്കെ നമ്മൾ വയനാട്ടിൽ കണ്ടതാണ്. രാത്രികാല പെട്രോളിംഗ് ശക്തമായി. വീണ്ടും ആ കടുവ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരരുത് എന്ന നിലയിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കി. RRT ടീമിനെ കൂടുതലായി അവിടെ വിന്യസിച്ചു. കൂടുതൽ ഡ്രോണുകൾ, അതുപോലെ തന്നെ ക്യാമറകൾ സ്ഥാപിച്ചുള്ള നിരീക്ഷണങ്ങൾ. ഏതായാലും വയനാട്ടിൽ ആ കടുവയെ ലൊക്കേറ്റ് ചെയ്തു എന്ന് വനംവകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കൂടരഞ്ഞിയിലെ ഈ പുലി ആഴ്ചകളുടെ വലിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആഴ്ചകൾ നീണ്ട വലിയ പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ അതിനെ പിടികൂടാനായിട്ടുള്ളത്. അങ്ങനെ സ്ഥാപിച്ച കൂട്ടിലേക്കാണ് ആ പുലി കുടുങ്ങിയിട്ടുള്ളത്. വയനാട്ടിലും ഇതുപോലെ തന്നെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അധികമായി പുതിയ 3 കൂടുകൾ കൂടി സ്ഥാപിക്കും എന്നതും രാവിലെ വാർത്തകളിൽ വന്നിരുന്നു. അങ്ങനെ വളരെ സമഗ്രമായി ഓരോ പ്രദേശത്തെയും സംരക്ഷിക്കാൻ കഴിയാവുന്നത് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു തെരച്ചിലിൻ്റെ വളരെ ജാഗ്രതയോടെയുള്ള, വളരെ ഊർജിതമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിൻ്റെ മലയോരങ്ങളിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഓരോ പ്രദേശത്തു നിന്നും നമ്മുടെ മുമ്പിലേക്ക് വാർത്തകളായി വന്നുകൊണ്ടിരിക്കുന്നത്.